അത് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകാർ ഇവിടെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചാനലിന് മുന്നിൽ ആ പാവം അർജുന് കർണാടകത്തിൽ നിന്ന് ഒഫീഷ്യൽ റിപ്പോർട്ട് ഫസ്റ്റ് വന്നത് തന്നെ ആള് കാണാണ്ടായി. അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷ കൊടുക്കരുതെന്ന് ആദ്യമേ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥലം റെഡ് അലർട്ട് ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ വരും, പിന്നെ വരും, കാണാൻ പറ്റും, നീന്തി വരും, പിന്നെ മിറാക്കിൾ സംഭവിക്കായിരുന്നു. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് വെഹിക്കിൾസ് പോയിട്ടില്ല. കേരളത്തിലെ ചാനലുകാര് അത് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകാർ ഇവിടെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് പൊട്ടന്മാരായിട്ട് ചാനലിന് മുന്നിൽ ആ പാവം അർജുന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, സത്യം ഇതൊന്നുമല്ല. ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ പോലീസിന്റെ ഒരു ബന്ദോബസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറയാണ്. ഇവര് കാണിക്കുന്ന പോലെ ഈ ലൈവ് എന്ന് പറയുന്ന പരിപാടി സത്യമല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് അവർ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാത്തത്, മലയാളികളെ അകത്തോട്ട് കയറ്റി വിടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യമല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ഒന്നുമല്ല ഇവിടെ സത്യം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ സാധാരണപ്പെട്ട ഒരു കർണാടകയിൽ താമസിക്കുന്ന ഒരു മലയാളി ഇവിടുന്ന് കണ്ടുമുട്ടി. പേര് ശോഭ, മലയാളി അല്ല. അപ്പൊ ഞാൻ ആദ്യ ദിവസം തന്നെ കേരള ന്യൂസും കണ്ടു. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ട് സൈഡ് ഒന്നും പറയുന്നത് എന്ന് വെച്ചാൽ, കർണാടകത്തിൽ നിന്ന് ഒഫീഷ്യൽ റിപ്പോർട്ട് ഫസ്റ്റ് വന്നത് തന്നെ ആള് വണ്ടി ഉൾപ്പെടെ കാണാണ്ടായി, മിസ്സായി. ഒരാളല്ല 13 പേരോളം കാണാണ്ടായി. അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത്. അവരുടെ ഫാമിലിയെ എല്ലാം അറിയിച്ചോളുക, അവരെ തിരിച്ച് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് വെച്ചാല് അവർക്ക് ഒഫീഷ്യലായിട്ട് വേറെ പ്രോബ്ലംസ് അല്ല ഉള്ള പ്രോബ്ലംസ് മുഴുവനും ജിയോളജിസ്റ്റ് വന്നിട്ടും പറഞ്ഞു, പോലീസ് മേധാവികൾ എല്ലാരും വന്നിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതില് 15 ടണ്ണിന് ഉപരി മണ്ണ് ഈ വണ്ടികൾക്ക് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആളെ തിരിച്ച് കണ്ടെത്താനായിട്ട് ഈസിയല്ല, പറ്റത്തില്ല. സെക്കൻഡ് എന്ന് പറയുന്നത്, ഈ മണ്ണ് വളരെ സോഫ്റ്റ് ആണ്. ഇടിഞ്ഞു വീണ മണ്ണ് നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഈ മണ്ണിനെ പോലെ അല്ല. അപ്പൊ ഒരു പല സ്ഥലത്തും റോഡുകളിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും, കാണുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ റോഡ്. തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ തന്നെ 10-40 പേര് വന്നിട്ട് വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട്. ഇവർ ഈ സോഫ്റ്റ് ഉള്ള ഈ മണ്ണിൽ ഈ മഴയുടെ സമയത്ത് വന്നു കഴിഞ്ഞാല് ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഒരുപാട് പരിക്ക് പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അതിനു വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് 3 days ടൈം തരിക, അതിനുശേഷം ഞങ്ങൾ അല്ലെങ്കിൽ മഴ കുറയുന്നത് വരെ നമ്മൾക്ക് സമയം വേണം എന്നാണ് പോലീസ് അധികാരികൾ ആദ്യം അറിയിച്ചത്. പക്ഷെ ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പകരം കർണാടക സർക്കാരിനെ കേരള ചാനലുകൾ മുഴുവനും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനകത്ത് ഈ റിപ്പോർട്ടർ പോലെയുള്ള ചാനൽ ഇപ്പൊ തിരിച്ചു വരും. എന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നത്? ഒരു പ്രതീക്ഷ കൊടുക്കരുതെന്ന് ആദ്യമേ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒഴുക്കല്ല. ഇവിടെ കടലിന്റെ തീരപ്രദേശം, ഇതിപ്പോ കാറവാർ റോഡാണ്, ഇതിന്റെ അപ്പുറ സൈഡ് അങ്കോല റോഡാണ്. ഈ പുഴ എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, ഇതിലേക്ക് കടലിലേക്ക് ചേരാൻ പോകുന്ന ഒരു സ്പീഡിൽ പോകുന്ന പുഴയാണ്. ഇതേപോലെ ഈ അപ്പുറ സൈഡ് അങ്കോല സൈഡിലും 1.5 കിലോമീറ്റർ അപ്പുറം വരെ ബാരിക്കേഡ് വെച്ചിട്ട് പോലീസുകാരെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഒരു ചാനലുകൾ ഇനി ഇതിന്റെ ഉൾവഴി ഏതെങ്കിലും കാട്ടിലൂടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. പറയുന്നത് KL വണ്ടികൾക്ക് പ്രത്യേകിച്ച് വിലക്കാണ്. കാരണം ഈ ന്യൂസിനെ വളരെ മോശമായിട്ടും യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് ആൾക്കാർ ഒരുപാട് ഈ ന്യൂസുകൾ കണ്ടിട്ട് ന്യൂസുമായിട്ട് എന്താ പറയാ, ഈ അർജുന്റെ കുടുംബമാവട്ടെ അല്ലെങ്കിൽ ഇതിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ വരെ ഈ ന്യൂസ് കണ്ടിട്ട് ഓടിയെത്തുന്നുണ്ട് ഇങ്ങോട്ട്, മലയാളികളെല്ലാം. കാരണം ഇതിനെ കണ്ടിട്ടാണ് ഈ ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുന്നതും ഇവൻ തിരിച്ചു. ഒരുപാട് മലയാളികളോട് വരുന്നുണ്ട്. കാരണം ഈ ന്യൂസിന്റെ അതിപ്രസരം മൂലമാണ്. കാരണം ഇവർക്ക് ഈ സർക്കാർ ഒരു എന്താ പറയാ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആൾക്കാർ ഇങ്ങനെ ആക്കിക്കളഞ്ഞു. ഒഴുകിയെത്ത് കേരളത്തിലെ ആൾക്കാർ ഒഴുകി വരിക. എന്തിനാ വരിക ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങോട്ട് കടത്തി പോലും വിടുന്നില്ല. ഇതിന് കാരണം ന്യൂസ് ചാനലുകളാണ്. കർണാടകക്കാരോ അത്ര ചാനലുകൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർണാടകത്തിന്റെ ഒരുപാട് ആൾക്കാരാണ് ഇതിലിപ്പോ കാണാണ്ടായിട്ടുള്ളതും. അർജുൻ മാത്രമല്ല ഇതിനകത്ത് റിപ്പോർട്ടർ ചാനലിൽ പറയുന്ന ഒരു കാര്യം, അർജുൻ തിരിച്ചു വരും. അച്ഛനമ്മ 2 മക്കൾ 4 പേര് ഒരു കുടുംബം മൊത്തം പോയി. അപ്പൊ അതിലേറെ സങ്കടമുണ്ട് എല്ലാവർക്കും. എല്ലാവരും ബ്ലഡ് തന്നെയാണ്. സങ്കടമുണ്ട്, എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയാ, എന്നോട് പറഞ്ഞിട്ട് ഇന്നും അർജുനെ കണ്ട
കണ്ടെത്തും, അർജുനെ കണ്ടെത്തും. ആ പ്രതീക്ഷ ആ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്തിനാണ് ഈ പ്രതീക്ഷ കൊടുക്കുന്നത്? കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരെ റേറ്റിംഗ് കൂട്ടാൻ 10 ദിവസമായിട്ട് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. അതിന്റെ പകരം ആൾക്കാർ ഇങ്ങനെ ഒഴുകിയെത്തി ഇത് ചെയ്യുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഒരു ചാനലുകാർ പോലും അവിടെ നേരിട്ട് ചെല്ലാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ആ റോഡിൽ കൂടെ പോയാൽ തന്നെ ഇനിയൊരു റോഡുണ്ട്, ചെറിയ റോഡ്, അവിടെ പോലും മൂന്നിടത്ത് പോലീസുകാരുടെ ചെക്കിംഗ് ആണ്. ഒരിടത്തും നമുക്ക് ഒരു ഉള്ളിലുള്ള ഒരു റോഡിലൂടെയും പോകാൻ പറ്റത്തില്ല. ഇത് മെയിൻ റോഡാണ്. ഇതേ റോഡിൽ 1.5 കിലോമീറ്റർ അപ്പുറമാണ് സംഭവം നടന്നിരിക്കുന്നത്. അതുപോലെ ആ സൈഡിൽ നിന്ന് അങ്കോലാണ് കിട്ടുന്നത്. ഇവിടുന്ന് മെയിൻ ഇപ്പൊ ഇത് കാർവാറിന്റെ മെയിൻ NH66 ആണ്. ഇതേ സമയത്ത് ഇത് അങ്കോലയിലേക്കാണ് പോകുന്നത്. ഈ രണ്ട് സൈഡിൽ നടുവിലുള്ള ബ്രിഡ്ജിൽ നിന്ന് ഒരു ചെറുതായിട്ട് ഈ സ്പോട്ട് നമുക്ക് ദൂരെ നിന്ന് വേണമെങ്കിൽ കാണാം. അത്രയും വണ്ടി നിർത്തത്തില്ല അവിടെ. തീർച്ചയായിട്ടും ഈ വണ്ടി കണ്ടെത്തുമായിരിക്കാം. ഞാൻ ആദ്യമായിട്ട് ഉറപ്പ് തരികയാണ്, തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിക്കുക. അർജുനെ തിരിച്ചു കിട്ടില്ല തന്നെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇതൊരു ചെറിയ റിപ്പോർട്ടർ ചാനലുകാർ ഒരു സഹായം ചെയ്തിരിക്കുന്ന പറഞ്ഞ ഈ സ്ഥലത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കളഞ്ഞു. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. കാരണം കാണിച്ച വളരെ തെണ്ടിത്തരമാണ്. ഈ പോലീസുകാർ പറയുന്ന മറ്റൊരു കാര്യം, 16 തീയതി അവിടെ ഒരു ഘടന സമയത്ത് അവിടെ ഫുള്ള് മലയുണ്ടായി. ആ മലയുടെ സമയത്ത് നമ്മളെ പോലീസ് മറ്റേ ആൾക്കാർ അവിടെ വന്നെത്തി. ആ വന്നെത്തുന്ന സമയത്ത് അവിടെ ജീവമായിട്ട് ഒരാൾ കിട്ടില്ല. എല്ലാം വെള്ളത്തിലായിട്ട് പോയിട്ടുണ്ടായി ഓരോ ഇതില്. അതിന്റെ പിന്നെ അവിടെ എന്താക്കി, പിന്നെ പോലീസ് വന്നിട്ട് ആദ്യം എത്ര വേഗമാവണം അത്ര വേഗം അവിടെ പണി എടുക്കാൻ തുടങ്ങി, പണി ചെയ്യാൻ തുടങ്ങി. തുടങ്ങുന്ന സമയത്ത് മലയുണ്ടല്ലോ, ഇഷ്ടംപോലെ മലയുണ്ടായി. ആ സമയത്ത് 16 പിടിച്ചിട്ട് 20 തീയതി വരെ ഫുള്ള് മലയാണ്. അവിടെ കയറാനേ ആവില്ല. അതിന്റെ പിന്നെ ഈ കേരളക്കാർ പറഞ്ഞ് അർജുൻ പറഞ്ഞ ആള് ജീമത്തിലുണ്ടെന്ന് പറഞ്ഞു. ആ ജീമ കൊണ്ട് പറയുമ്പോ നമുക്ക് പിന്നെ ടെൻഷനായി. നമ്മൾ ആള് ചത്തെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ എല്ലാവരും ചേരിട്ട് അവിടെ പോയിട്ട് പണിയെടുക്ക പറഞ്ഞിട്ട് അവിടെ ഒരു ഇൻട്രസ്റ്റ് ആക്കി. ആ ഇൻട്രസ്റ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് അർജുന്റെ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നമുക്കെല്ലാം മോശമായി പോയി. അവിടെ മോശമായി പറഞ്ഞെങ്കിൽ ലൊക്കേഷന്റെ ഇത് കിട്ടിയിട്ടുണ്ട്, സിഗ്നൽ കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. ലൊക്കേഷൻ സിഗ്നൽ കിട്ടുമെന്ന് പറയുമ്പോ നമ്മൾ പണി ആക്ച്വലി വെള്ളത്തെ സ്ഥലത്ത് ആക്കാൻ നോക്കിയിട്ടുണ്ടായി പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ഡയറക്ഷന് വെള്ള സൈഡ് തന്നെ ഉണ്ടായി. ലാസ്റ്റ് ഈ അർജുൻ ജീവത്തിലുണ്ട് ഫോൺ റിംഗ് ആവണമെന്ന് പറഞ്ഞ സമയത്ത് ലൊക്കേഷന്റെ ഇതിന് നമ്മൾ മേലെ പണിയെടുത്തുമ്പോ റോഡിന്റെ സൈഡിന്റെ പണിയെടുക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കെല്ലാം ഇതെല്ലാം ചേഞ്ച് ആയി പോയി, പ്ലെയിൻ എല്ലാം ചേഞ്ച് ആയി പോയി. ഈ ഒരു ഒറ്റ ചാനൽ കാരണമാണ് ഈ തെണ്ടിത്തരം എല്ലാം ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം റിപ്പോർട്ടർ ചാനലിലെ അരുൺ കാരണമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. കാരണം ഇവിടെ SP വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഹാഷ്മോട് ചോദിച്ചൊരു കാര്യമുണ്ട്, മറ്റേ മുട്ട എന്തെന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. കാരണം അത്ര മോശപ്പെട്ട കാര്യമാണ്. നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ, നമ്മുടെ ചാനൽ വാർത്താരംഗത്തെ പുലികളായിട്ടുള്ള നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ കർണാടകയിൽ വെച്ച് വന്നുകൊണ്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാറിത്തരം.